ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി രാംനാരായൺ ബാഗയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 8 പ്രതികൾക്കും ജാമ്യം. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഉപാധികളോടെ ജാമ്യം നൽകി. ഷാരിഖ് നവാസ് ഇപ്പോൾ പാലക്കാട് നിന്ന്. ഷാരിഖ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ 8 പ്രതികൾക്കാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 6 ഉപാധികളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. ഈ ഉപാധികൾ കർശനമായും പാലിക്കണമെന്നും കോടതി ജാമ്യ ഉത്തരവിൽ പറയുന്നു. അതായത് ഇവർ ജില്ലയുടെ പ്രാദേശിക പരിധി വിട്ടുപോകരുത്, എല്ലാ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം, എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം. അതുപോലെ തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ട സാക്ഷികളെയോ അതുപോലെ തന്നെ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ള ആളുകളെയോ നേരിൽ കാണുവാനോ അതുപോലെ തന്നെ അവരുമായി സംസാരിക്കുവാനോ അവരെ ഭീഷണിപ്പെടുത്തുവാനോ ഒന്നും പാടില്ല എന്നും കർശന ഉപാധികൾ വയ്ക്കുന്നു. അതുപോലെ ഇതിൽ ആകെ അറസ്റ്റിലായിട്ടുള്ള 9 പ്രതികളാണ്. അതിൽ 9ാമത്തെ പ്രതി വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ആകെ രണ്ടാമത് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SIT സംഘം 20 പേരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പലരും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പലരും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. ഇവരെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇതിനിടെയാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഈ ആദ്യം അറസ്റ്റിലായ 8 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ ഷാരിഖ് നവാസാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.